ഈ നവംബർ മാസം കമ്പനി തന്നിരിക്കുന്ന ഓഫറിൽ എല്ലാ മാസവും 2-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് നമുക്ക് പല ഓഫറുകളും വരുന്നത്. അതിൽ കൺസിസ്റ്റൻസി ഓഫർ 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെയും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ലാസ്റ്റ് ഡേറ്റ് 18-ാം തീയതി വരെയാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കണം. അല്ല, ഓഫറുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. 2 മുതൽ 2-ാം തീയതിയാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ആവുന്നത്. എല്ലാ മാസവും 2-ാം തീയതിയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14-ാം തീയതി വരെയുള്ള ഡേറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ആയി 18-ാം തീയതി വരെ ചെയ്യുകയാണെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ലാസ്റ്റ് ഡേറ്റുമാണ്. ഓക്കെ, അത് ഞാൻ സ്ലൈഡ് ഉപയോഗിക്കാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ കാണാം റീപർച്ചേസിങ് ഓഫർ എന്ന് വെച്ചാൽ ഈ ബിസിനസ് ജോയിൻ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും പർച്ചേസ് ചെയ്ത ശേഷമുള്ള അവരുടെ 2-ാമത്തെ ഇൻവോയ്സ് മുതൽ കിട്ടുന്ന ഓഫറുകളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതുതായി ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് ഈ ഓഫർ വാങ്ങണമെങ്കിൽ ഒരു ബില്ലിംഗ് അവർ ആദ്യം അടിക്കണം, അതിനുശേഷം ഈ ഓഫർ കിട്ടുന്നു. അപ്പോൾ അവരുടെ സെക്കൻഡ് പർച്ചേസിങ് മുതൽ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓഫറാണ്. അത് 2 മുതൽ 18-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഓഫർ ഉള്ളത്. ഇന്നലെ മുതൽ ഇനി വരുന്ന 18-ാം തീയതി വരെയുള്ള ഓഫറാണ്. നിങ്ങളുടെ ഇൻവോയ്സിൽ 900 രൂപക്ക് മേലെ ബില്ല് ചെയ്യുകയാണെങ്കിൽ 2 അഷ്വറിൻ്റെ സോപ്പ് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് പെർഫ്യൂം ഫ്രീ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ 900 രൂപക്ക് മേലെ ബില്ല് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ 2 അഷ്വർ സോപ്പ് ഫ്രീ കിട്ടും, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് പെർഫ്യൂം ഫ്രീ ആണ്. ഇത് രണ്ടും വേണ്ടെങ്കിൽ 90 രൂപയുടെ വൗച്ചർ കിട്ടും. ഈ വൗച്ചർ നിങ്ങൾക്ക് പിന്നീട് പർച്ചേസ് സമയത്ത് യൂസ് ചെയ്യാം. ഒരു 3 മാസത്തിനകം പർച്ചേസ് ചെയ്യാൻ മതി. എപ്പോഴും ആ ഒരു വൗച്ചറിന്റെ പുറകെ പോകാതെ, കാരണം വൗച്ചർ നമുക്ക് 90 രൂപയുടെ വൗച്ചർ ആയിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ പുറകെ ഒരുപാട് ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. നിങ്ങൾ ആ സമയത്ത് തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ സോപ്പ് എടുക്കാം, അല്ലെങ്കിൽ പോക്കറ്റ് പെർഫ്യൂം എടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഓഫറുകൾ നോക്കി ചെയ്യാം. നിങ്ങൾ 850 രൂപക്ക് വാങ്ങിക്കുന്നെങ്കിൽ ഒരു സോപ്പ് പോലും നമുക്ക് കിട്ടത്തില്ല. 900 രൂപക്ക് ചെയ്യുകയാണെങ്കിൽ 2 സോപ്പ് നമുക്ക് അവിടെ ഫ്രീ ആണ്. അപ്പോൾ എത്ര യൂസ്ഫുൾ ആണെന്ന് ആക്കുക. ഇന്ന് വരെ നമുക്ക് അങ്ങനെ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 1750 രൂപയാണെങ്കിൽ ഒരു ഫേസ് വാഷ് നമുക്ക് ഫ്രീ ആണ്. 1750 ബില്ലിങ് ചെയ്തെങ്കിൽ ഒരു ഫേസ് വാഷാണ്. ഈ സെയിം സ്ഥലത്ത് നിങ്ങൾ 1750 കൂടെ 50 കൂടെ എക്സ്ട്രാ ഈടാക്കുക, 1800 ആവുകയാണെങ്കിൽ 4 സോപ്പ് ഫ്രീ ആണ്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? 900 രൂപക്ക് 2 സോപ്പ് ഫ്രീ ആണെങ്കിൽ 1800 രൂപക്ക് 4 സോപ്പ് ഫ്രീ ഉണ്ട്. 1750 ഫേസ് വാഷാണ്, ഒരു ഫേസ് വാഷ് ഫ്രീ കിട്ടും. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ആ ഒരു എമൗണ്ട് കൂടെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ അവിടെ ഉണ്ട്. ഇപ്പം 900 രൂപക്ക് 2 സോപ്പ് ഉണ്ടെങ്കിൽ 1800 4 സോപ്പാണെങ്കിൽ 2700 6 സോപ്പ് ഫ്രീ ഉണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? 2700 6 സോപ്പ്, അത് മൾട്ടിപ്ലിക്കേഷനൊക്കെ കൂടി 900-ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 3600 ഇപ്പൊ കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തി 100 BV ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് 3600 8 സോപ്പാണ് ഫ്രീ കിട്ടുന്നത്. അത്രയും സോപ്പുകൾ നമുക്ക് ആ ഒരു 100 BV കൺസിസ്റ്റൻസി ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് അത് 3600 ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 8 സോപ്പ് ഫ്രീ ആണ്. ആ എമൗണ്ട് നിങ്ങൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് തന്നെ സാധനം വാങ്ങിക്കാൻ ശ്രമിക്കട്ടോ. ഇപ്പൊ 100 BV എന്ന ഒരു ഓഫർ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ കറക്റ്റ് 100 BV ചെയ്യാൻ നോക്കുന്നുണ്ടോ, ഒരു 3400 രൂപയ്ക്ക് ആയിട്ടുണ്ടോ. 100 BV ആക്കാൻ വേണ്ടിയിട്ട് 3400 ആക്കിയ വ്യക്തികൾ ഒരു 200 കൂടെ എക്സ്ട്രാ ആക്കിയിട്ട് 3600 ബില്ല് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒന്നും പ്രൊഡക്റ്റ് എക്സ്ട്രാ ആക്കിയിട്ട് 3600 ആക്കാൻ നിങ്ങൾക്ക് 8 സോപ്പാണ് ഫ്രീ കിട്ടുന്നത്. ആ 8 സോപ്പ് 8 പുതിയ കസ്റ്റമർക്ക് കൊടുത്താൽ പോലും അവരെ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. ആ ഒരു ബിസിനസ് മൈൻഡിൽ തന്നെയാണ് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നത് പോലും ചെയ്യേണ്ടത്. ആ ബിസിനസ് മൈൻഡിൽ സാധനം വാങ്ങിക്കുമ്പോൾ ആ ഓഫറുകളും ഫ്രീ പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റോടെ ലഭിക്കുന്നുണ്ടാവും. ഇത് പല ആൾക്കാർക്കും അറിയാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഈ 3500 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ? 3500 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 സോപ്പായിരിക്കും. ഈ അതിന് 100 രൂപ എന്തെങ്കിലും സാധനം കൂടെ എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ, ഒരു ടോയ്ലറ്റ് ക്ലീനർ ആയി കഴിഞ്ഞാൽ 8 സോപ്പായി മാറുന്നുണ്ട്. 2 സോപ്പ് എക്സ്ട്രാ വരുന്നുണ്ടോ? അപ്പൊ ഈ ഓഫറുകൾ ശരിക്കും തിരിച്ചറിയുക. 1750 രൂപക്ക് ഒരു ഫേസ് വാഷ്, 3500 രൂപക്കാണെങ്കിൽ 2 ഫേസ് വാഷാണ്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 2 ഫേസ് വാഷ് 3500 ആണ്. ഇനി നിങ്ങളുടെ ഇൻവോയ്സ് 4000 രൂപക്ക് മേലെയാണെങ്കിൽ ഒരു നീം ഫ്രീ ഉണ്ട്.
നീം വേണ്ട എങ്കിൽ അഗ്രി പ്രൊഡക്റ്റ്, അഗ്രി 82 മൂന്ന് ബോട്ടിൽ 100 ml 3 ബോട്ടിൽ ഫ്രീ കിട്ടും 4000 രൂപക്കാണ്. അത് നിങ്ങൾക്ക് ഇത് 4000 രൂപക്ക് ഇത് രണ്ടും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് സോപ്പ് എടുക്കാം, ഇല്ലെങ്കിൽ ഫേസ് വാഷ് എടുക്കാം. ആ എമൗണ്ട് അനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ടോ. ഇനി 6300-നാണെങ്കിൽ അവിടെ നമുക്ക് അഗ്രി നാനോടെക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയി കിട്ടുകയാണ്. 6300 ബില്ല് ചെയ്യുന്ന സമയത്ത് അഗ്രി നാനോടെക്കിന്റെ ഒരു അഗ്രി പ്രൊഡക്റ്റ് നമുക്ക് അവിടെ ഫ്രീ ആയി കിട്ടുന്നുണ്ട്. ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് സോപ്പ് എത്ര വേണമെങ്കിൽ സോപ്പ് മൾട്ടിപ്ലിക്കേഷൻ സോപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ. ഇതാണ് റീപർച്ചേസിങ് ഓഫർ ഈ മാസത്തെ വരുന്നത്. ഈ ഓഫറുകൾ എല്ലാവരും തിരിച്ചറിയണം. അത് മാത്രമല്ല ഓരോ ലീഡേഴ്സും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ, പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു ന്യൂ ജോയിനർ ആണെങ്കിൽ അവർ ഷോപ്പിലേക്ക് പോയിട്ട് ആ സാധനം വാങ്ങിക്കുന്നെങ്കിൽ അവരോട് പറയുക, നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഒരു സോപ്പ് വാങ്ങി ബില്ലടിച്ചതിന് ശേഷം 900 രൂപക്ക് മേലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സോപ്പ് ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ. ഇനി പുതുതായി ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1800 രൂപയുടെ നമുക്കൊരു പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട്. അതിനകത്ത് സ്ലൈഡ് എടുത്തില്ല, വിട്ടുപോയി, സോറി. ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഫസ്റ്റ് ഇൻവോയ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യത്തെ പർച്ചേസിങ് ഓൺലൈൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1500 രൂപക്ക് ഫ്രീ ഡെലിവറിയാണ്. അല്ല, ചില ആൾക്കാർക്ക് അതറിയാതെ 1000 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഫസ്റ്റ് പർച്ചേസിങ് ചെയ്യുമ്പോൾ പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. 1000 രൂപ അല്ലെങ്കിൽ 1500, 1200 ഒക്കെ അയച്ചു തരുമെന്ന് പറയാം. ഇതൊരു 1500 ആക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ കിട്ടും. അപ്പോൾ ചിലപ്പോൾ അവർ ആ കൊറിയർ ചാർജ് ലാഭിക്കാൻ വേണ്ടിയിട്ട് 1500 ചെയ്യുന്നുണ്ടാവും. അവരോട് പറയാം, ഇതിൻ്റെ കൂടെ ഒരു 1800 ആക്കാൻ സാധിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഷാമ്പു കൂടെ ഫ്രീ കിട്ടും. 171 രൂപയുടെ ഷാമ്പു ഫ്രീ ആണ്. 65 രൂപ കൊറിയർ ചാർജ് ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു പുതിയ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അത് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ 1800 പർച്ചേസിങ് അവിടെ നടക്കുന്നുണ്ടാവും. ഏകദേശം 60 PVക്ക് അടുത്തായിട്ടുണ്ടാവും, 50 PVക്ക് മേലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ 1800 ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻവോയ്സ് അവർക്ക് ആ ഷാമ്പു കൊറിയർ ചാർജ് അടക്കം ഫ്രീ ഉണ്ടാവും. കാരണം എപ്പോഴും ഫസ്റ്റ് ഇൻവോയ്സ് 1500 മേലെ കൊറിയർ ചാർജ് ഫ്രീ ആണ്. ഫസ്റ്റ് ഇൻവോയ്സ് മാത്രം കേട്ടോ. സെക്കൻഡ് ഇൻവോയ്സ് മുതൽ 2500 മേലെയാണ് കൊറിയർ ചാർജ് ഫ്രീ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ ആര് ബില്ലടിക്കുന്ന സമയത്ത് ഞാനത് പറയാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ 1000, 1200 ഒക്കെ അയച്ചു തരും. ഞാൻ പറയും ഇത് 1500 ആക്കി കൊറിയർ ചാർജ് ഫ്രീ ഉണ്ട്. അവർ ചിലപ്പോൾ പിന്നെ അവർ സാധനത്തിൽ 1-2 പ്രൊഡക്റ്റ് എക്സ്ട്രാ ഏഡാക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് 1700 ഒക്കെ ആയിട്ടുണ്ടോ. ചിലപ്പോൾ ഒരു കുക്കിംഗ് ഓയിൽ ഏഡാക്കുന്ന സമയത്ത് അത് 1750 ഒക്കെ ആയിട്ടുണ്ടോ. അപ്പോൾ അവരുടെ ഒരു 50 രൂപയുടെ സാധനം കൂടെ എക്സ്ട്രാ ഏഡാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഷാമ്പുവും കൂടെ ഫ്രീ കിട്ടും. അപ്പോൾ അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവർക്ക് അതിനൊരു ഷാമ്പു ഫ്രീ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കാമല്ലോ. അപ്പോൾ ആ കസ്റ്റമർക്ക് എത്ര ഹാപ്പിയാന്ന് ആലോചിക്കുക. 171 റുപ്പീസിന് ഷാമ്പു ഫ്രീ, 65 രൂപ കൊറിയർ ചാർജ് ഫ്രീ. ഇത്രയും പ്രോഫിറ്റ് അവർക്ക് അവിടെ കിട്ടിയില്ലേ. ആ ഒരു പർച്ചേസിങ്ങിലൂടെ കിട്ടുന്ന പ്രോഫിറ്റാണത്. ഈ പ്രോഫിറ്റുകൾ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ആൾക്കാർ. പല ആൾക്കാർ ഇത് തിരിച്ചറിയത്തില്ല. പല ആൾക്കാർക്ക് ഇതിൻ്റെ വൗച്ചർ കിട്ടും, 150 രൂപയുടെ വൗച്ചർ കിട്ടും, അതെടുത്ത് കളയും. 150 രൂപയുടെ വൗച്ചർ കിട്ടില്ല. അത് ക്യാഷ് ആയിട്ടല്ല കിട്ടുക, പ്രീ പ്രൊഡക്റ്റ് തന്നെ കിട്ടുക. അത് ചിലപ്പോൾ അപ്ലിക്കേഷൻ വരാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ ഒരു സമയം കാണും. അതുകൊണ്ട് എപ്പോഴും ഫ്രീ പ്രൊഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യാൻ നിൽക്കുക കേട്ടോ. നമ്മൾ വൗച്ചറിന് പിറകെ പോയി ചില ആൾക്കാർ അത് PV കയറുന്ന വെച്ചാൽ PV ഒന്നും കയറത്തില്ല. അത് വൗച്ചർ ഫ്രീ പ്രൊഡക്റ്റ് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് വിത്തിൻ 3 മാസത്തിനായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് ഷോപ്പിൽ പോയി തന്നെ ചെയ്യാൻ, ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രീ പ്രൊഡക്റ്റിൻ്റെ തന്നെ എടുക്കാൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഈ 2 ഓഫറുകളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ? എല്ലാവരും കൂടി ഉണ്ടോ? ഒരു കമൻ്റൊക്കെ അടിച്ചു കേട്ടോ. എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് കൺസിസ്റ്റൻസി ഓഫറാണ്. കാരണം എല്ലാവരും വീഡിയോ ഓഫ് ആയതുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാകുന്നത്. നിങ്ങളെല്ലാം കാണുന്നുണ്ടാവുന്ന വിശ്വാസം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെസ്സേജ് വരുന്നുണ്ട്, സന്തോഷം. അടുത്തത് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞാൽ 60 PV കൺസിസ്റ്റൻസി. ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം, കമ്പനി നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ തരുന്നു. മുന്നേ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞാൽ 60 PV കൺസിസ്റ്റൻസിക്ക് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. കമ്പനി സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ കമ്പനി ഫാസ്റ്റ് ആർട്ട് 8% 750 വൗച്ചർ പോലും നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്, കുക്കിംഗ് ഓയിൽ വരെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ട് ഫാസ്റ്റ് ആർട്ട് 8% കഴിഞ്ഞാൽ അലോവേര, നോനിയൊക്കെ തരിക. ഇന്ന് ഫാസ്റ്റ് ആർട്ട് 8% ഓയിൽ, അതിനകത്ത് കുക്കിംഗ് ഓയിൽ വരെ ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. 60 PV കൺസിസ്റ്റൻസിക്ക് പോലും കുക്കിംഗ് ഓയിൽ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. 1250 വൗച്ചറാണ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ചില സാധാരണക്കാരാണ് 100 PV ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, 3000-ന് മേലെ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ
ചില ആൾക്കാർ 50 PV ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 40 PV ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങളതൊരു 60 PV ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2000 രൂപ അടുത്തുള്ള പർച്ചേസിങ് ആവും. അതൊരു 4 മാസം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1250 രൂപ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് 5-ാമത്തെ മാസം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സപ്പോസ് നിങ്ങൾ 100 PV 140 PV ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ മാസം 140 PV ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ 140 PV ചെയ്യുന്ന വ്യക്തി അതൊരു 160 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് 4 മാസം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നല്ലോ. 2515 വൗച്ചറും കിട്ടും, 1250 വൗച്ചറും കിട്ടും. ക്ലിയർ ആവുന്നു? ഒരുപാട് ഗുണങ്ങൾ. നിങ്ങളുടെ ഇൻവോയ്സിങ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ കൂടുന്നുണ്ട്. ഇത് തിരിച്ചറിയാത്ത പല ആൾക്കാർ 159 PV ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 159 ചെയ്യുന്ന ആൾക്കാർ 160 ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് ഒരു സോപ്പ് എക്സ്ട്രാ അടിച്ച് 160 ആവും. അത് 4 മാസം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അപ്പോൾ ഒരു 60 PV കൺസിസ്റ്റൻസി ചെയ്യുക. 2 മുതൽ 14-ാം തീയതിക്കുള്ള ഡേറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് വ്യക്തി എപ്പോൾ ചെയ്താലും കൺസിസ്റ്റൻസി കേട്ടോ. 20-ാം തീയതി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 20-ാം തീയതി ചെയ്ത കൺസിസ്റ്റൻസിയാണ്, 30-ാം തീയതി ചെയ്താലും കൺസിസ്റ്റൻസിയാണ്. പക്ഷേ അടുത്ത മാസം 14-ാം തീയതിക്കുള്ളിൽ വീണ്ടും ചെയ്യണമെന്നേ ഉള്ളൂ. 60 PV 4 മാസം തുടർച്ചയായി 2 മുതൽ 14-ാം തീയതി വരെ ഡേറ്റിൽ ചെയ്യുകയാണെങ്കിൽ 1250 വൗച്ചർ 5-ാമത്തെ മാസം 20-ാം തീയതിക്ക് ശേഷം നമ്മൾ അപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ടോ. 4 മാസം തുടർച്ചയായി ചെയ്യണം. ഇത് എടുത്തു പറയാനുള്ള കാരണം പല ആൾക്കാർ 3 മാസം കഴിഞ്ഞ ശേഷം 4-ാമത്തെ മാസം വൗച്ചറിന് കാത്തിരിക്കുന്ന ആൾക്കാർ, ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കാനും, നമ്മളെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി, ഇന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാരുടെ താഴെ 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 1-2 ആൾക്കാർ കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തിയാണ്. അവരെ പേര് നിങ്ങൾ റിമൈൻഡ് ചെയ്യാനും അവരെ ആ 14-ാം തീയതിക്കുള്ളത് ഓർമ്മപ്പെടുത്താനും അവർക്കത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസം ഒരു 4-5 വ്യക്തികൾ 4-ാമത്തെ മാസം പ്രീ പ്രൊഡക്റ്റാന്ന് പറഞ്ഞ് ചെയ്യാതെ വിട്ടു കളഞ്ഞിട്ടുണ്ട്. ആ ഒരു മാസം കൂടെ ചെയ്തിട്ട് അവർ 2515 വൗച്ചർ കിട്ടുമായിരുന്നു. അത് ചെയ്യാതെ വെച്ചത് കൊണ്ട് അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അത് ലീഡർമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ്. കാരണം പുതിയ വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. അവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ല. 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ പല ആൾക്കാരുണ്ട്. ഈ ബിസിനസ് എന്താണ് പോലും അതിന്റെ വാല്യൂ മനസ്സിലാക്കാത്ത ആൾക്കാർ. ഇത് 100 PV കൺസിസ്റ്റൻസിയാണ്. 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന വൗച്ചറാണ് 2515 രൂപക്കുള്ള വൗച്ചർ കിട്ടുക. 100 പോയിന്റിന്റെ മേലെ ചെയ്യുന്ന, അത് 4 മാസം തുടർച്ചയായി ചെയ്യുന്ന 2 മുതൽ 14-ാം തീയതിക്കുള്ള ഡേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള 100% നാച്ചുറൽ പ്രൊഡക്റ്റ്. ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന അത്രയ്ക്കും നല്ല റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ്. ഇന്ന് മാർക്കറ്റിൽ ഒരു സിനിമാ താരം പോലും പരസ്യത്തിൽ പറയാതെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്. അത് 100 PV 4 മാസം തുടർച്ചയായി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5-ാമത്തെ മാസം 20-ാം തീയതി കണക്കിന് 2515 വൗച്ചർ കിട്ടും. അത് 100 PV ചെയ്യാം, 200 PV ചെയ്യാം, 300 PV ചെയ്യാം, 400 PV ചെയ്യാം. 4 കൺസിസ്റ്റൻസി ചെയ്ത് കഴിഞ്ഞാൽ 10,060 രൂപയുടെ പ്രൊഡക്റ്റ് 2515 4 വൗച്ചർ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇതിനോടൊപ്പം ഒരു 60 PV കൂടെ എക്സ്ട്രാ ചെയ്യാം. അങ്ങനെ 460 PVയുടെ കൺസിസ്റ്റൻസിയാണ് ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു മാസം ചെയ്യാൻ സാധിക്കുക. ഇനി അതിൽ കൂടുതൽ ഓർഡർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് 15-ാം തീയതിക്ക് ശേഷം ചെയ്താൽ മതി. അതിന്റെ ഓഫർ ഞാൻ അടുത്ത പേജിൽ പറയുന്നുണ്ടാവും. ഇവിടെ 100 PV ചെയ്യുന്ന വ്യക്തി പല ആൾക്കാരും ചെയ്യുന്നത് 4 മാസം തുടർച്ചയായി ചെയ്യും. 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ആ മാസം ചെയ്യത്തില്ല. അല്ല, ഫ്രീ പ്രൊഡക്റ്റ് അന്ന് തന്നെ വാങ്ങിക്കണം നിർബന്ധമില്ല. 20-ാം തീയതി തന്നെ വാങ്ങിക്കണം നിർബന്ധമില്ല. അതവിടെ വെച്ചോട്ടെ. നിങ്ങൾക്ക് 5-ാമത്തെ മാസം നിങ്ങളുടെ കൺസിസ്റ്റൻസി തുടരുക, വീണ്ടും അടുത്ത മാസം കണ്ടിന്യൂ ചെയ്തു പോവുക. നിങ്ങൾക്കൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ല, സാധനം കിട്ടിയതിന് ശേഷം മാത്രമേ പൈസ തരുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി വൗച്ചർ ഉപയോഗിച്ച് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ 2500 രൂപ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇന്ന് പല ആൾക്കാരും എന്ത് ചെയ്യുക, 5-ാം തീയതി ആകുമ്പോൾ ആ മാസം 5-ാമത്തെ മാസം ആകുമ്പോൾ പർച്ചേസ് ചെയ്തില്ല, ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കും. ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പിന്നെ 6-ാമത്തെ മാസം നോക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പർച്ചേസ് ചെയ്യാൻ പൈസ പോലും കയ്യിലുണ്ടാകും. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതെ. ഇതൊരു ബിസിനസ് മൈൻഡിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ കൺസിസ്റ്റൻസി എന്നുള്ളത് തുടർച്ചയോടെ ചെയ്തു പോവുക. 5-ാമത്തെ മാസം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. 6-ാമത്തെ മാസം ചെയ്യുക, 7-ാമത്തെ മാസം ചെയ്യുക, 8-ാമത്തെ മാസം ചെയ്യുക. വൗച്ചറുകൾ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. എപ്പോഴെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊഡക്റ്റ് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഫ്രീ പ്രൊഡക്റ്റ് എടുത്ത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതെല്ലാം നമുക്കൊരു ബിസിനസ്സായിട്ട് കണ്ടൂടെ. അപ്പോൾ തുടർച്ചയായിട്ട് ആ കൺസിസ്റ്റൻസി എന്നുള്ള ആ ഒരു പ്രവണത തുടർച്ചയായി കൊണ്ടുപോകണം. 100 PV ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അത് 160 ആക്കാനും
160 ചെയ്യുന്ന വ്യക്തി 200 ആക്കാനും 200 ചെയ്യുന്ന വ്യക്തി 300 ആക്കാനും അങ്ങനെ ചെയ്തു പോവുക. എല്ലാ മാസവും നിങ്ങൾ അപ്ലിക്കേഷനിൽ പോയിട്ട് ഒരു 10-ാം തീയതി ആവുന്ന ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കുക, കൺസിസ്റ്റൻസിയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അപ്ലിക്കേഷന്റെ മേലെ ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ മൈ കൺസിസ്റ്റൻസി കാണും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വരെ ചെയ്തു, എത്ര കൺസിസ്റ്റൻസി ആയി, അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ മാസത്തെ അതാത് മാസത്തെ കാണിക്കത്തില്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മാസം ചെയ്തോ ഇല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അറിയാൻ സാധിക്കും. അത് മുന്നേ വരെയുള്ള എല്ലാ മാസത്തെയും 10-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസിയിൽ കാണിക്കുന്നുണ്ടാവും. 3 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ ഈ മാസം കൂടി ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ മാസം ചെയ്തത് കഴിഞ്ഞ് അടുത്ത മാസം അത് കംപ്ലീറ്റ് ആയി വൗച്ചറിലേക്ക് പോയി എന്നുള്ളത് അവിടെ കാണിക്കുന്ന 100 PV ഇൻറ്റു 4 മാസം എന്നൊക്കെ ഒരു അപ്ലിക്കേഷൻ കാണിക്കും. എല്ലാം കംപ്ലീറ്റ് അപ്ലിക്കേഷൻ വ്യക്തമായി കാണിക്കുന്നുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അപ്ലൈ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വ്യക്തമാക്കി ക്ലിയർ ആക്കി തരും. 14-ാം തീയതിക്കുള്ളിൽ എല്ലാം ക്ലിയർ ആക്കി കൺഫേം ആക്കിയ ശേഷം മാത്രമേ മാറി നിൽക്കാൻ പാടുള്ളൂ. കാരണം പല ആൾക്കാരും കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ച് ഒഴിവാക്കി പോകുന്ന ആൾക്കാരുണ്ട്. ഒരു 2515 രൂപ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുക എന്ന് ചെറിയ കാര്യമാണ് അല്ലേ? ഒരു ഓണാഘോഷ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റോ ഒരു കപ്പോ ഗ്ലാസ്സോ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്ത് പാട്ട് പഠിക്കുന്നത്, ഒരു സമ്മാനം കിട്ടാൻ വേണ്ടി. ഇവിടെ 2515 രൂപയുടെ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നമുക്ക് ഫ്രീ കിട്ടുകയാണ്. അത് എത്ര വേണമെങ്കിലും ഫ്രീ കിട്ടാൻ അവസരം നമുക്ക് അവിടെ ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ടീമിന്റെ മാത്രം പ്രത്യേകത. ഇത് ഞാൻ ഈ സ്ലൈഡിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ മാത്രമുള്ള ഒരു പ്രത്യേകത, നമ്മുടെ ടീമിൽ ആൾക്കാർ 100 PV ചെയ്യുന്നുണ്ടെങ്കിൽ അത് 14-ാം തീയതിക്കുള്ളിൽ 100 PV ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടീം മെമ്പേഴ്സിനെ അറിയിക്കുവാണെങ്കിൽ, അത് അറിയിച്ചില്ലെങ്കിൽ നമുക്കറിയാം നിങ്ങളുടെ പേര് നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല. നിങ്ങൾ 100 PV ചെയ്തിട്ട് നിങ്ങളുടെ ലീഡേഴ്സിനെ അറിയിക്കണം. എന്നെയല്ല, നിങ്ങളുടെ ലീഡേഴ്സിനെ അറിയിക്കുക, ഞാൻ 100 PV ചെയ്തിട്ടുണ്ട്, എൻ്റെ പേര് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തുക. ഒരു 1000 രൂപക്കുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ടീമിൻ്റെ വക ഫ്രീ ആയിട്ട് എല്ലാ മാസം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലക്കി ഡ്രോയിൽ പേരിടാതെ വന്നു പോയി കഴിഞ്ഞാൽ അത് എൻ്റെ മിസ്റ്റേക്സ് കാണരുത്. നിങ്ങൾ 100 PV ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാതെ നിങ്ങളുടെ ലീഡേഴ്സിനെ അറിയിക്കുക. നിങ്ങൾ അപ്ലൈൻ ആരാണോ അവരെ അറിയിക്കണം. കാരണം അവർ ത്രൂവിൽ അത് എൻ്റെ അടുത്തേക്ക് വരണം. കാരണം ഇന്ന് പല ആൾക്കാരും അപ്ലൈൻ ഇത് നോക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇത് തിരഞ്ഞ് കണ്ടുപിടിച്ച് എടുത്ത് ഏടാക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഏടാക്കത്തില്ല. നിങ്ങൾ അപ്ലൈൻ അറിയിക്കാൻ ഞാൻ 100 PV ചെയ്തിട്ടുണ്ട്, എൻ്റെ പേര് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഏടാക്കുന്നുണ്ടാവും. 14-ാം തീയതിക്കുള്ളിൽ ഡേറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 1000 രൂപയുടെ എക്സ്ട്രാ പ്രൊഡക്റ്റ് പോലും നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലക്കി ഡ്രോയിൽ ഭാഗമാകുമ്പോൾ ആ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് അടുത്ത മാസം മുതൽ ബിസിനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത് വെസ്റ്റീജിന്റെ 21 വർഷമായിട്ട് ഒരു ലീഡർമാരും കൊടുക്കാതെ ഇതിൽ 1 കോടി രൂപയുടെ വരുമാനം വാങ്ങിക്കുന്ന ലീഡർ പോലും ഇങ്ങനെ ഒരു അവസരം ഒരാൾക്കും കൊടുത്തില്ല. ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. എൻ്റെ ടീമിൽ, നമ്മുടെ ടീമിൽ മാത്രമേ ഉള്ളൂ ഒരു അവസരം. അടുത്തത് കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഇപ്പൊ നിങ്ങൾ 14-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ 100 PV ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചു, 15-ാം തീയതിക്ക് ശേഷം ഒരു 16-ാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയെന്ന് വെച്ചോ. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ചോദിക്കുകയാണ്, 5-6 പ്രൊഡക്റ്റ് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്നത് എന്താണ്, അത് അടുത്ത മാസം കൺസിസ്റ്റൻസിക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. അവിടെ വെച്ച് ഞാൻ അടുത്ത മാസം വാങ്ങിച്ചു തരാമെന്ന് പറയും. ചിലപ്പോൾ അടുത്ത മാസം ആ സമയമാകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയും തീർന്നിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹത്തിന് പൈസ ഉണ്ടാവും വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് കമ്പനി ഈ ഒരു ഓഫറും കൂടെ പുതുതായിട്ട് എക്സ്ട്രാ തന്നിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് ഇതുള്ള ഓഫറാണ്. 15-ന് ശേഷം 27-ാം തീയതി വരെയുള്ള ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. 100 PV കൺസിസ്റ്റൻസി ചെയ്തവർക്കുള്ള ഓഫറാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി 100 PV ചെയ്തിട്ടുണ്ടാവും, അവർക്ക് കിട്ടുന്ന ഓഫറാണ്. 15 മുതൽ 27-ാം തീയതി വരെയുള്ള ഡേറ്റിൽ നിങ്ങൾ ഒരു 20 PVക്ക് മേലെ എത്ര ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. മിനിമം 20 PV ഉണ്ടായിരിക്കും വേണം. അത് 4 മാസം തുടർച്ചയായി ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾ നവംബർ മാസം തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ആ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം നിങ്ങൾ 20 PV മേലോട്ട് എത്ര ചെയ്താലും കുഴപ്പമില്ല. ഉദാഹരണം 20 PV ഈ മാസം നവംബറിൽ ചെയ്തു, 15-ാം തീയതി ശേഷം കേട്ടോ. 100 PV ഓൾറെഡി ചെയ്തു, 14-ാം തീയതിക്കുള്ള 100 PV ഓൾറെഡി ചെയ്യുന്നു. 15 മുതൽ 27 20 PV ചെയ്യുകയാണ്. അല്ലെങ്കിൽ 20 PV ഒരു വില്ലടിച്ചു, പിന്നെ വീണ്ടും ഒരു ഓർഡർ കിട്ടി, വീണ്ടും ഒരു 40 PV ചെയ്തു, അപ്പോൾ 60ആയി. 27-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എത്ര PV ചെയ്യുന്നുണ്ടോ അത് 4 മാസം തുടർച്ചയായി എത്ര PV ഉണ്ട് നോക്കും. ഉദാഹരണത്തിന് നവംബർ മാസം നിങ്ങൾ 60 PV ചെയ്തു, ഡിസംബർ മാസം 60 PV ചെയ്തു, അത് ജനുവരി, ഫെബ്രുവരി 4 മാസം തുടർച്ചയായി ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര PV ഉണ്ടെന്ന് നോക്കും. 60 × 4 ആണെങ്കിൽ 240 PV ഉണ്ടെങ്കിൽ 240 × 4, അല്ലെങ്കിൽ 100 PV ചെയ്യുന്നുണ്ടെങ്കിൽ 100 × 4 400, 200 PV ചെയ്യുന്നുണ്ടെങ്കിൽ 200 × 4 800, ഇൻറ്റു
ഒരു 4 രൂപ കൂടെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. 4 മാസത്തെ 100 PV ആണ് നിങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നത്. 100 PV ചെയ്തു, കൺസിസ്റ്റൻസി എക്സ്ട്രാ 100 PV ചെയ്യുന്നു, 200 PV ആയില്ല മൊത്തം. ഒരു 2515 വൗച്ചറിന് പുറമെ നിങ്ങൾക്ക് ഒരു വൗച്ചറും കൂടെ എക്സ്ട്രാ കിട്ടും. എന്ന് വെച്ചാൽ 400 PV ചെയ്യുന്നുണ്ടെങ്കിൽ 4 മാസം 100 100 100 400 PV ഇൻറ്റു 4ആണ്. 1600 രൂപയുടെ വൗച്ചറും കൂടെ എക്സ്ട്രാ കിട്ടും. ഇത് നമ്മുടെ ടീമിൽ പല ആൾക്കാർ 400 PVയുടെ കൺസിസ്റ്റൻസി ചെയ്യും, പിന്നെ ഒരു 60 PVയുടെ കൺസിസ്റ്റൻസി ചെയ്യും, 460 PV 14-ാം തീയതി ചെയ്യും, അതിനുശേഷവും 400 PV ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആലോചിച്ച് നോക്ക്, എത്ര വൗച്ചറുകളെ വാങ്ങിക്കുന്ന ആൾക്കാർ. 20,000 രൂപ കടത്തിൽ ഫ്രീ പ്രൊഡക്റ്റ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇയാൾ 20,000 പ്രൊഡക്റ്റ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആരെങ്കിലും ഇതുവരെ ഒരാളെന്നോട് സംശയം ചോദിച്ചില്ല, സാർ എങ്ങനെ 20,000 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത്? ഞാൻ എത്ര കാൽക്കുലേഷൻ ചെയ്ത് എനിക്ക് അറിയത്തില്ല, ഒരാളും ചോദിക്കാറില്ല. ഞാൻ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഈ ഒരു ഓഫറുകളൊക്കെ ആൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിഗർ ഓഫർ പറഞ്ഞ ഓഫർ ഇതും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ 15 മുതൽ 27-ാം തീയതിക്ക് ശേഷം ഓൾറെഡി കൺസിസ്റ്റൻസി ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ മാസം തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഈ മാസം തന്നെ അത് ഈ ഒരു ഓഫർ തുടങ്ങണം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ മാസം 100 PV ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, പിന്നെ 15 ശേഷം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അത് ബാധകമല്ല, അത് ഉപയോഗപ്പെടുത്തില്ല കേട്ടോ. കഴിഞ്ഞ മാസം 100 PV ചെയ്ത വ്യക്തി നിങ്ങൾ 14-ന് ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ അത് ആഡ് ആയിരുന്നുണ്ടാവും. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ എന്നോട് ലാസ്റ്റ് വേണമെങ്കിൽ ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല, പല ആൾക്കാരും ചെയ്യത്തില്ല. ആകെ 3-4 പേര് മാത്രമേ നമ്മുടെ ടീമിൽ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും അറിയത്തില്ല, ഇതിനെക്കുറിച്ച് ചോദിക്കത്തുമില്ല ആൾക്കാർ. ഓഫറുകളൊന്നും ചോദിക്കാൻ മടിയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കേസാവും എന്നറിയില്ല, ചോദിക്കത്തില്ല, ചോദിക്കാൻ മടിയാണ്. അടുത്തൊരു ഓഫർ ഈ ഐലൈനറിനെ കുറിച്ചാണ്. ഈ ഒരു ഐലൈനർ വാങ്ങിക്കുമ്പോൾ ഒരു ഐലൈനർ ഫ്രീ ആണ്. അതൊന്ന് ആലോചിക്കുക. ഒരു ഐലൈനർ ഓർഡർ കിട്ടിയാൽ പോലും, ഇതൊക്കെ ഒരുവിധം എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന സാധനമാണ്. ഏകദേശം 300 എന്തോ എമൗണ്ടിന് പ്രൈസും. ഒന്ന് വാങ്ങിക്കുമ്പോൾ ഒന്നും ഫ്രീ ആണ്. ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നല്ല ഓഫറല്ലേ. അത് നവംബർ മാസം സ്റ്റോക്ക് തീരുന്ന വരെ കേട്ടോ. പല ആൾക്കാർ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ, ഓഫർ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓർഡർ അന്വേഷിച്ച് നടക്കും. നമുക്ക് ഇത് അവസാനം ഓർഡർ കിട്ടുന്ന ഈ സ്റ്റോക്ക് തീർന്ന ശേഷം. കഴിഞ്ഞ പ്രാവശ്യം പെർഫ്യൂം ഓർഡർ വന്നു, ഫ്രീ പകുതി പൈസക്ക് പെർഫ്യൂം കിട്ടി. നല്ല അടിപൊളി പെർഫ്യൂം 700 രൂപ കിട്ടി. PV ഫുള്ള് കിട്ടുമോ? അത് ചിന്തിക്കുന്നില്ല. പകുതി പൈസക്ക് ഫുൾ PV ആണ്. അതുപോലെ നല്ല അടിപൊളി ബോഡി കെയർ ഐറ്റംസ് കിട്ടും, നല്ല സൂപ്പർ ഐറ്റം. ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം ഉണ്ടായിരുന്നു. അത് ഓഫർ വന്ന് തലേ ദിവസം ഞാൻ പറഞ്ഞു ഓഫർ വന്നാൽ ചിലപ്പോൾ നാളെ രാവിലെ തന്നെ തീർന്നു. അത്രയ്ക്കും കുറച്ച് ഐറ്റംസ് ഉണ്ടാവും, പെട്ടെന്ന് തീരും എന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാർ അത് ഓർഡർ പിടിക്കുന്ന സ്റ്റോക്ക് തീർന്ന ശേഷം. എപ്പോഴും ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കും കേട്ടോ. ഓഫറുകൾ അധികകാലം കിട്ടുന്ന അവിടെ എപ്പോഴും കൊടുക്കാൻ അണ്ടിൽ സ്റ്റോക്ക് എപ്പോഴാണ് സ്റ്റോക്ക് തീരുന്നത് അതുവരെ. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, ചിലപ്പോൾ ആകെ 100 പീസൊക്കെ ഉണ്ടാവത്തുള്ളൂ, അത്രയും പെട്ടെന്ന് തീരും. ചിലപ്പോൾ ഓരോ ഷോപ്പിൽ ചിലപ്പോൾ 1-2 പീസ് മാത്രമേ ഉള്ളൂ. അത് സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓഫർ കൊടുക്കുന്നത് കേട്ടോ. അത് എല്ലാ ഷോപ്പിലും ചിലപ്പോൾ 2-3 പീസ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ സാധനം ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങി, വെറുതെ പൈസ കൊടുത്ത് കളയാനല്ല. അത് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുമായിരിക്കും, ആർക്കും കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അത് വാങ്ങിച്ച് ആ ഓഫർ യൂട്ടിലൈസ് ചെയ്യട്ടോ. കാരണം 320 രൂപ എന്തോ വില ഈ സാധനത്തിന്. ഒന്ന് ഫ്രീ ആണ്. ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ 320 നമുക്ക് ലാഭിക്കാൻ സാധിക്കത്തില്ലേ? ബിസിനസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിച്ചൂടെ? ഐലൈനറൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, പെൺകുട്ടികളൊക്കെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. നല്ല അടിപൊളി സാധനമാണിത്. അടുത്തത് പുതിയൊരു ഓഫറാണ്. ഇത് പല ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായി ഇത് എങ്ങനെ സംഭവം എന്ന് വെച്ചത്. ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനം ഐറ്റംസ് നോക്കണം കേട്ടോ. ആ കാറ്റഗറി നോക്കുക. മിസ്റ്റർ ഓഫ് മിലാനോ, വെലേനോ, സ്കിൻ ഫോർമുല 9 ഈ 3 കാറ്റഗറി പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. 3200 രൂപക്ക് മേലെ ആ ഐറ്റംസ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം യൂത്ത് എലീക്സർ, ബ്ലമിഷ് ജെൽ, അണ്ടർ ഐ സെറം ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊരു 3200 മേലെ ബില്ലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഐറ്റംസ് ആണ് നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 3200 രൂപ നിങ്ങൾ സോപ്പും പേസ്റ്റും കുക്കിംഗ് ഓയിലൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അതിനോടൊപ്പം ഈ യൂത്ത് എലിക്സറും അണ്ടർ ഐ സെറം ഇതൊക്കെ പർച്ചേസിങ് ഉണ്ടെങ്കിൽ, ബ്ലമിഷ് ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം 3200 അതിനകത്ത് ഉൾപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഫ്രീ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇതും കൂടെ ആഡായി. സോപ്പും നേരത്തെ കണ്ട സോപ്പും ഫേസ് വാഷും അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൂടെ ഫ്രീ പ്രൊഡക്റ്റിൻ്റെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ കാണും. നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. ഒരു 139 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളിയായിട്ട് കെറ്റിൽ ഫ്രീ ആയിട്ട് ഒരു സൂപ്പർ കെറ്റിലാണ്.
1.5 ലിറ്ററിന്റെ കെറ്റിലാണ് 139 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി. നമ്മൾ സോപ്പൊക്കെ ഫ്രീ പ്രൊഡക്റ്റ് 1 രൂപ കൊടുക്കുന്നെങ്കിൽ ഇതിന് 139 രൂപ എക്സ്ട്രാ കൊടുക്കണം. നമുക്ക് ആ 3200 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കെറ്റിൽ നമുക്ക് ഫ്രീ ആയി കിട്ടും. 139 രൂപ എക്സ്ട്രാ കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളിച്ചാൽ മതി. നിങ്ങളുടെ സ്കിൻ ഫോർമുല 9 അത് 2-3 ഐറ്റംസ് എടുക്കുന്നതിന് 3200 ആവും. ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഏകദേശം 2500 മേലെയുണ്ട്. ബ്ലമിഷ് ജെല്ലിന് 900 ഉണ്ട്. ക്ലെൻസിങ് ജെല്ലുണ്ട്, യൂത്ത് എലീക്സർ ഉണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് എമൗണ്ട് കൂടുതലാവുന്നുണ്ട്. നമുക്കത് ഈ ഒരു കെറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് വേണം ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക് ആർക്കെങ്കിലും. അടുത്തത് ഇതാണ് നമ്മൾ ഇതിലുള്ള ഓഫർ എങ്കിൽ ഞാൻ സ്ലൈഡിൽ ഇല്ലാതെ 2 ഓഫർ പറഞ്ഞുതരാം. അതിന് സ്ലൈഡിൽ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഓഫർ എന്ന് വെച്ചാൽ വീസ്ലിം കാറ്റഗറി പ്രൊഡക്റ്റാണ്. അത് എല്ലാ മാസവും തരുന്ന ഓഫറാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് വലിയൊരു ഓഫറാണ്. വീസ്ലിം ഷേക്ക്, അതിലൊരു ചാർട്ട് ഉണ്ട്. ഞാൻ ചാർട്ട് കിട്ടിയത് അയച്ചുതരാം, ഗ്രൂപ്പിൽ ഇട്ടുതരാം. അത്രയും ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതൊരു 30,000 രൂപക്ക് ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയ എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് ആണ്. ഒരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരും വീസ്ലിം കാറ്റഗറി പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ടീമിൽ കുറവാണ്. ഞാനൊരു ചെറിയ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹെർബാ ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, എല്ലാവർക്കും അറിയുന്നത്. പല ആൾക്കാരും വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് വെൽനസ് കോച്ചുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഹെർബാ ലൈഫിന്റെ പ്രൊഡക്റ്റ് ഒടുക്കത്തെ വിലയാണ്, താങ്ങാൻ പറ്റാത്ത വിലയാണ്. അത് കഴിച്ച് ഉപയോഗിച്ച് രോഗികളായ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മെലിഞ്ഞ് ഉണങ്ങി പിന്നെ ആ വ്യക്തി കാണുമ്പോൾ ഒരു രോഗിയെ പോലെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ, നിങ്ങൾ പരിചയക്കാർ ഒരാൾ നല്ല തടിയുണ്ടായ വ്യക്തി പെട്ടെന്ന് ഉണങ്ങി ശോഷിച്ച് കണ്ട് ചോദിച്ചാൽ മതി ഹെർബാ ലൈഫ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ മതി. അത് സത്യമായിരിക്കും. ഞാൻ നമ്മുടെ വെസ്റ്റീൻ്റെ വീസ്ലിം കാറ്റഗറിയിലെ പ്രൊഡക്റ്റ് വളരെ വണ്ടർഫുൾ ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റാണ് വീസ്ലിം പ്രൊഡക്റ്റ്. ഇന്ന് ഹെർബാ ലൈഫ് കമ്പനിയിൽ 60 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തി ആ ഹെർബാ ലൈഫ് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വെസ്റ്റി ജോയിൻ ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം, പ്രൈസ് ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം വെസ്റ്റി ജോയിൻ ചെയ്തിരിക്കുക. നോർമൽ വിലയിലാണ് വെസ്റ്റീൻ്റെ വീസ്ലിം കാറ്റഗറി പ്രൊഡക്റ്റ് കിട്ടുന്നത്. വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചു വെച്ചിട്ട് അത് നമുക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ബിസിനസ് മൈൻഡിലേക്ക് വരിക. ഒരു 30,000 രൂപയൊന്നും അതിനകത്ത് വരുന്നുള്ളൂ. പല ആൾക്കാരും വാങ്ങിക്കാറുണ്ട്. 5,000-നും 10,000-നും 15,000-നും വാങ്ങിച്ച ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ 2-3 പേര് ടീമായിട്ട് ചെയ്താൽ പോലും ആ ഓഫർ എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു ടീം മെമ്പേഴ്സ് ഒരുമിച്ച് നിന്ന്, നിങ്ങൾ 2-3 ഡൗൺ ലൈൻസ് ഒരുമിച്ച് നിന്ന് ചെയ്താൽ പോലും അത് എടുക്കാൻ പറ്റും. ഒരു 30,000 രൂപക്കുള്ള വീസ്ലിം കാറ്റഗറി വാങ്ങിക്കുകയാണെങ്കിൽ, ആ വീസ്ലിം കാറ്റഗറിയോ പ്രോട്ടീൻ പൗഡറോ, അത് ഒരു ചാർട്ട് ഉണ്ട്. അത് ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഞാൻ മറന്നുപോയി, എന്നോട് ചോദിച്ചാൽ മതി. അത് അനുസരിച്ച് അതിനകത്തുള്ള പ്രോട്ടീൻ പൗഡറും വീസ്ലിം ഷേക്കും വീസ്ലിം ടീയും വീസ്ലിം ക്യാപ്സൂളും ഇങ്ങനെ ഒരു കുറച്ച് ഐറ്റംസ് അതിനകത്തുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഒരു 30,000 രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, പ്രോട്ടീൻ പൗഡർ നമുക്ക് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നതാണ്. ഇതെല്ലാം അതിൽ ആ കാറ്റഗറി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു 30,000 രൂപക്ക് പർച്ചേസ് ചെയ്യുമെങ്കിൽ ഏകദേശം 1000-ന് മേലെ PV ആയി മാറി. അല്ലെ? ഇപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ എത്തിയ ബ്രോൺസ് ഡയറക്ടർ അല്ലെങ്കിൽ സിൽവർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ, സ്റ്റാർ ഒക്കെ ആക്കുന്ന ആൾക്കാർ ആ ഒരു 30,000 രൂപ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ 1000 രൂപയുടെ ഷോർട്ടേജസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്നത് 9,000-ന് മേലെ, 9,500-ന് ഫ്രീ പ്രൊഡക്റ്റാണ് വീസ്ലിം ഷേക്ക്. അപ്പോൾ ഒരു ടീമായി ഒരുമിച്ച് നിന്നുകൊണ്ട് കുറച്ച് വീസ്ലിമിന്റെ പ്രൊഡക്റ്റ് എടുക്കുക. ഒരു ടീം മെമ്പേഴ്സ്, ലീഡേഴ്സ് 2-3 ആൾക്കാർ ഒരുമിച്ച് നിർത്താലും കുഴപ്പമില്ല. ഏറ്റവും താഴെ പർച്ചേസ് ചെയ്ത് 1000 PV എല്ലാവർക്കും കയറി വരും. ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അത് മുഴുവൻ ആ ഒരു ഒറ്റ മാസം കൊണ്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ 30,000-ന്റെ പ്രൊഡക്റ്റിന്റെ MRP ലാഭം, അതിന്റെ കൂടെയുള്ള ഫ്രീ പ്രൊഡക്റ്റ് ലാഭം, 9,000-ന് മേലെ ഷേക്ക് വീണ്ടും ഫ്രീ ഉണ്ട്, ക്യാപ്സ്യൂൾ അടക്കം ഫ്രീ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് അത്രയും പൈസ ഉണ്ടാക്കും. ഏകദേശം ഒരു 50,000-ന് മേലെ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അവസരം ആരും ശ്രദ്ധിക്കുന്നില്ല. വന്നാൽ ഇത് എന്താണ് പോലും ചോദിക്കത്തില്ല. സാറേ ഇതെന്തൊരു ഓഫർ എനിക്ക് മനസ്സിലായിട്ടുള്ള ചോദിക്കത്തില്ല. വീസ്ലിം ഷേക്കിന്റെ ഓഫറുകൾ എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അതിന്റെ റിസൾട്ട് കാണും. നിങ്ങൾ 8 കിലോ ആണ് ആ ഒരു 3,500 രൂപക്കുള്ള ആ വീസ്ലിം കാറ്റഗറി പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ 8 കിലോ കുറയുന്നുണ്ട്. എത്ര ആൾക്കാരാണ് ഇന്ന് അമിത വണ്ണം കൊണ്ട് മുട്ടുവേദനയും നടുവേദനയും പല ആരോഗ്യ പ്രശ്നം, PCOD പ്രോബ്ലം, തൈറോയ്ഡ് പ്രോബ്ലം ഒരുപാട് ആൾക്കാർക്കുണ്ട്. അമിത വണ്ണമുള്ള ആൾക്കാർക്ക് വരുന്ന പ്രശ്നമാണ് ഇതൊക്കെ. അമിത വണ്ണം ഉണ്ടെങ്കിൽ മുട്ടുവേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ആദ്യം വെയിറ്റ് കുറക്കണം.
ഇപ്പോൾ ഒരാൾ മുട്ടുവേദന പറയുമ്പോൾ നമ്മൾ പറയണം, വെയിറ്റ് കൂടുതലാണോ ചോദിച്ചാൽ പറയും. ഞങ്ങൾ കാണുന്നില്ലെങ്കിൽ പോയി ഞാൻ ചോദിക്കാറുണ്ട്, മുട്ടുവേദന ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കൂടുതലുണ്ടോ? ആ, വെയിറ്റ് നല്ലതാണ് സാറേ. ആദ്യം നിങ്ങൾ വെയിറ്റ് കുറക്കൂ. അങ്ങനെ ചെയ്ത് ആ വെയിറ്റ് കുറച്ചതിന് ശേഷം വീസിനിങ് കയറ്റി ഈ മറ്റേ മുട്ടുവേദനയുടെ സപ്ലിമെന്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ മുട്ടുവേദനയ്ക്ക് സപ്ലിമെന്റ് കഴിക്കും, റിസൾട്ട് ഇല്ല പറയും. എന്തുകൊണ്ടാണ്? അവർ വെയിറ്റ് ഓവർ വെയിറ്റ് ആണ്, ആ മുട്ടിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ആ വേദന മാറാത്തത്. അപ്പൊ വെയിറ്റ്, മുട്ടുവേദന പ്രശ്നം, നടുവേദന പ്രശ്നം പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്? ഓവർ വെയിറ്റ് ആണ്. അപ്പൊ ആദ്യം വെയിറ്റ് കുറക്കാൻ പറയാം. അതാ ജാസ്മിൻ ലൈക്ക് അടിച്ചാണ്. ജാസ്മിൻ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജാസ്മിന് മുട്ടുവേദന എന്നോട് പറഞ്ഞ സമയത്ത് വെയിറ്റ് ചോദിച്ചു പറഞ്ഞു വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ആദ്യം വെയിറ്റ് കുറക്കാൻ പറഞ്ഞു, 8 കിലോ കുറച്ചു. ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ 8 കിലോ കുറഞ്ഞു. 6-7 കിലോ കുറഞ്ഞു. അതിനുശേഷം അവർ മുട്ടുവേദന സപ്ലിമെന്റ് ഉപയോഗിച്ചു, മുട്ടുവേദനയും മാറി. ഒന്ന് ഇരുന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ, അവർ ഷോപ്പിലാണ്, കടയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് പോലും താഴെ വീണ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് അവർക്കെല്ലാം മാറ്റം ലഭിച്ചിട്ടുണ്ട്. വിസിലിംഗ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും അതോടൊപ്പം തന്നെ മുട്ടുവേദനയുടെ സപ്ലിമെന്റ് ഉപയോഗിച്ച് നല്ല മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ വിസിലിംഗ് കാറ്റഗറി ഓഫറുകൾ ശരിക്കും തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ അത് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കൊടുക്കുക. അവർക്ക് താല്പര്യമില്ലെങ്കിൽ കൊടുക്കരുത്. കാരണം ഇന്ന് പല ആൾക്കാർക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, പേടിയാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉപയോഗിച്ച നമ്മൾക്ക് മാത്രമേ അറിയത്തില്ല, അവർക്ക് അറിയത്തില്ല. കാരണം അവർ സിനിമാ താരങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഉപയോഗിച്ച നമ്മുടെ സന്തോഷം, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വെയിറ്റ് കൂടി തടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആദ്യം സോപ്പും വേസ്റ്റൊക്കെ കൊടുത്ത് വെസ്റ്റീജിന്റെ ഒരു കസ്റ്റമറാക്കി മാറ്റവരാം. വെസ്റ്റീജിന്റെ കസ്റ്റമറാക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ കുടുംബത്തിലെ വെയിറ്റ് കൂടുതൽ ആൾക്കാരാണ്. ചെറിയ മക്കൾ പോലും 15 വയസ്സുള്ള മക്കളൊക്കെ ഓവർ വെയിറ്റ് ആയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെ, 15-16 വയസ്സുള്ള കുട്ടികൾ, പെൺകുട്ടികളൊക്കെ നല്ല ഓവർ വണ്ണം തടിയൊക്കെ കണ്ടിട്ടുണ്ടോ? അവർക്കൊക്കെ കൊടുക്കുക നമ്മുടെ വിസ്ലിം കാറ്റഗറി പ്രൊഡക്റ്റ്. അവരെ നല്ല സ്ലിം ആക്കി സുന്ദരിയും സുന്ദരനാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ? കാരണം ഈ 15 വയസ്സിലേക്ക് കുട്ടികൾ അത്രയും തടിയുണ്ടെങ്കിൽ കുറച്ചും കൂടെ വളർന്ന് വലുതാവുന്ന സമയത്ത് അവർ ഓവറായിട്ട് വന്ന് കാണാൻ ഒരു ഭംഗിയില്ലാതെ അവരൊക്കെ ആ ഒരു മനസ്സിനൊരു വിഷമം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ 15-17 വയസ്സിലെ കുട്ടികൾക്ക് നമ്മൾ വിസ്ലിം കാറ്റഗറി പ്രൊഡക്റ്റ് കൊടുക്കാം. വിസ്ലിം ഷെയ്ക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ക്ഷീണമുണ്ടാവും ഭക്ഷണം രാത്രി കഴിക്കാതുണ്ട്. അപ്പോൾ അവർക്ക് വിസ്ലിം എനർജി ഡ്രിങ്ക്സ് ഉണ്ട്, പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. ഇതൊക്കെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടേൺ ഓവർ വർദ്ധിക്കും. അല്ല, നമ്മുടെ ടേൺ ഓവർ വർദ്ധിക്കുമ്പോൾ ആരും നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. ടേൺ ഓവർ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ഓഫറുകൾ മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് അതിന്റെ ബെനിഫിറ്റുകൾ വാങ്ങിച്ചു കൊടുക്കുക. നമ്മുടെ വരുമാനം കൂടാൻ വേണ്ടിയിട്ട് PV കയറാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കരുത്. പക്ഷെ ഈ ഓഫറുകളെ അവർക്ക് വ്യക്തമാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PV അവിടെ കയറിക്കോളും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പല ആൾക്കാരും ചെയ്യുന്നത് ആരെ കൊണ്ടെങ്കിലും സാധനം വാങ്ങിപ്പിക്കാൻ. ഇന്നലെ എനിക്കൊരു ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 2016 കൊറോണക്ക് മുന്നേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. ഇന്നേ വരെ അദ്ദേഹത്തിന് താഴെ ഒരു ബ്രോൺ സ്ട്രക്ചർ ക്രിയേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഒരു ലെവൽ അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ലീഡർ അദ്ദേഹത്തെ പഠിപ്പിച്ചത് 30,000 സാധനം വാങ്ങിക്കുക, ഇത് വിറ്റ് നടക്കാനാണ് പറഞ്ഞിട്ടാണ്. ഈ 2016 തൊട്ട് ഈ 2025 വരെ അദ്ദേഹം വെസ്റ്റേജിലുണ്ട്. ഇതുവരെ ഒരു ലെവൽ അച്ചീവ്മെന്റ് 12%, 16% കഴിഞ്ഞു. പക്ഷെ ബ്രോൺസ് സെലക്ടർ ആവാൻ സാധിച്ചിട്ടില്ല. താഴെ ഒരു ബ്രോൺസിനെ ക്രിയേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബ്രോൺസ് സെലക്ടർ എപ്പോൾ ആയിരുന്നു ഓവർ പർച്ചേസ് ചെയ്തായിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തിന്. ഇന്ന് കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ എന്നെ കോൺടാക്ട് ചെയ്ത്, സാറിന്റെ ടീമിൽ എങ്ങനെ ഇത്രയും കാർബൺ അച്ചീവറൊക്കെ വരുന്നത്? ഞാൻ ഇത്രയും വർഷമായിട്ട് എനിക്കൊന്നും ആവാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം അത് ചെയ്ത്, അദ്ദേഹം അത് വിജയിച്ച് ഇന്നലെ എനിക്ക് മെസ്സേജ്, സാറിന് ഇത് അറിയിക്കാതിരിക്കാൻ പറ്റാமல் ഞാൻ അറിയിച്ചാൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് താഴെ ഒരു ബ്രോൺസ് സെലക്ടർ വന്നു. 2016 ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് താഴെ ഒരു ബ്രോൺസ് സെലക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, സിൽവർ ഡയറക്ടർ ആവാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം എനിക്ക് നന്ദി അറിയിക്കാൻ വേണ്ടി വോയിസ് മെസ്സേജ് ഞാൻ ഗ്രൂപ്പിൽ, നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ടീമിൽ എത്ര ബ്രോൺസ് ഡയറക്ടർ, എത്ര സിൽവർ ഡയറക്ടർ, എത്ര സ്റ്റാർ ഡയറക്ടർ വന്നിട്ടിരിക്കുക. ഈ ഒരു വിത്തിൻ 3 മന്ത്സിൽ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസത്തിനകത്തേക്ക് ഒരു 3 ക്രൗൺ ഡയറക്ടർ വരും നമ്മുടെ ടീമിൽ. ഈ ഏപ്രിൽ മാസത്തിനകം 3 ക്രൗൺ ഡയറക്ടർ വരാൻ പോവാണ്, സ്റ്റാർ ഡയറക്ടർ വരാൻ പോവാണ്, കാർപ്പൺ അച്ചീവർ വരാൻ പോവാണ്. അങ്ങനെയുള്ള ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ എല്ലാവരും ക്രൗൺ ഡയറക്ടർ ആക്കാനും വീടിന്റെ ഫണ്ട് അടക്കം വാങ്ങിച്ചാൽ ഞാൻ റെഡിയാണ്. എനിക്ക് ഒരു വിഷമില്ല നിങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു. പക്ഷെ ചലഞ്ചസ് എന്ന് വെച്ചാൽ ഒരയച്ച മെസ്സേജ് പോലും നോക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർ. മെസ്സേജ് നോക്കാതെ എന്തുകൊണ്ടായോ? നിങ്ങൾ വിചാരിച്ച പോലെ ബിസിനസ് ജോയിനിങ് നടക്കുന്നുണ്ടാവില്ല,
നിങ്ങൾക്ക് ചിലപ്പോൾ സമയമുണ്ടോ അല്ലെ എക്സ്ക്യൂസസ് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എക്സ്ക്യൂസസിന് പുറകെ പോവാതെ, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ്, രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെ നിങ്ങൾ ജോലി ടൈം, അത് വെസ്റ്റീജിനോട്ട് മാറ്റി വെക്കൂ. പാർട്ട് ടൈം ആണോ എങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാറ്റി വെക്കൂ. നിങ്ങൾ ഫുൾ ടൈമർ ആണെങ്കിൽ ഒരു ജോലി ചെയ്താൽ കിട്ടുന്ന അതേപോലെ സമയം വെക്കാം, അല്ലെങ്കിൽ വിജയിക്കത്തില്ല. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം വരുമാനം വേണം എങ്കിൽ നിങ്ങൾ ഒരു ജോലിക്ക് എങ്ങനെയാ പോണേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ വീട്ടമ്മമാരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ജോലി കിട്ടി എന്ന് വിചാരിക്കുക, വെസ്റ്റേജിലാണ് നിങ്ങളുടെ ജോലി, രാവിലെ 8 മുതലാണ് നിങ്ങളുടെ സമയം, ജോലി സമയം, വൈകുന്നേരം 6 വരെയാണ് നിങ്ങളുടെ ജോലി തീരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, എല്ലാ കാര്യങ്ങളും തീർക്കുക, വെസ്റ്റേജിലിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, ശ്രദ്ധിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഈ വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു ഡ്യൂട്ടി ഹവർ ടൈം വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്തു നോക്കിയേ. അങ്ങനെ ആരും ചെയ്തില്ല, ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. 1-2 ലീഡറുണ്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ ദുബായിലായതുകൊണ്ട് പറയാൻ എളുപ്പമാണ്. നിങ്ങൾ പറയാൻ സാറ് ദുബായിലായാലും പ്രശ്നമില്ല, കല്യാണത്തിന് പോകണ്ട, ഒരാൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ട, സഞ്ചയനത്തിന് പോകണ്ട, മരണത്തിന് പോകണ്ട, ഒന്നിനും സാറിന് പോകണ്ട. നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ട്, വിനോദ് സാറിനൊക്കെ ഈ ഒരു വിഷമം ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് പാർട്ടിക്കാർ വിളിക്കും, പാർട്ടി പിരിവുണ്ട്, ഫണ്ട് പിരിവുണ്ട്, ഇലക്ഷൻ ഫണ്ട് ഉണ്ട്, അതിന് പോകണം, ഗ്രാമസഭയുണ്ട്, അതുണ്ട്, അതിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞ വിനോദ് സാർ അപ്പം പറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ട് അവിടെ താമസിക്കാതെ വേറെയും പോയി താമസിക്കേണ്ടി വരും തോന്നുന്നു. അല്ല, ഈ കേസ് കെട്ടുകൾ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ബിസിനസ്സിൽ ഫോക്കസ് ആണ്. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താമസം മാറിയാലും കുഴപ്പമില്ല, 5000 രൂപ വാടക കൊടുത്താലും കുഴപ്പമില്ല, ബിസിനസ് മൈൻഡിലേക്ക് പോവുക. വേറെ സ്ഥലത്ത് താമസിച്ചിട്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരാൾ അവിടെ തളർന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കേണ്ടി വരും, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, പിന്നെ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അവരെ വീട്ടുകാർ ചിലപ്പോൾ പണിക്ക് പോയിട്ടുണ്ടാവും, നിങ്ങളവിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടുകാർ പണിക്ക് പോയിട്ടുണ്ടാവും, അവരവിടെ ഇരിക്കുന്നുണ്ടാവും, അല്ലേ? പിന്നെ കല്യാണം വരുന്നുണ്ടാവും, കല്യാണത്തിന് നിങ്ങളല്ല പാചകം ചെയ്യുന്നത്, അവിടെ പാചകക്കാരൻ വേറെ ഉണ്ട്, നിങ്ങളവിടെ ജസ്റ്റ് മുഖം കാണിച്ച് ഇറങ്ങി വന്നാൽ മതി ബിസിനസ് ചെയ്യാൻ. അല്ലെ, നമ്മൾ വെസ്റ്റീജിനെ ഒരു ജോലിയിൽ എത്ര കമ്മിറ്റ്മെന്റ് ആണോ, അല്ലെ? നിങ്ങൾ എല്ലാവരും ജോലിക്ക് പോയി എന്ത് എന്ത് ഭംഗിയായ ജോലി ചെയ്യുന്നൊരു കറക്റ്റ് ഓടി പിടിച്ച് ബസ്സിൽ തൂങ്ങി പിടിച്ചിട്ടൊക്കെ ജോലി സ്ഥലത്ത് എത്തും. ഏതോ ഒരാളുടെ സ്വപ്നം നേടാൻ വേണ്ടിയിട്ടാണ് ആ ജോലി സ്ഥലത്ത് ഓടി പിടിച്ചെത്തുന്നത്, അല്ലേ? അഥവാ ബസ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ബസ് കയറുമ്പോൾ ലേറ്റ് ആവും, ചീത്ത കേൾക്കും, ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുത്ത് നമ്മൾ പോകും, അല്ല? ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൂടുതലാണെന്ന് നമുക്കറിയാം, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ജോലി സ്ഥലത്ത് എത്താൻ വേണ്ടി സമയത്തിന് എത്തിയില്ലെങ്കിൽ അവിടെ മുതലാളിന് ചീത്ത കേൾക്കേണ്ടി വരും. പണി കൂടുതലാണ്, വൈകുന്നേരം 6 മണി വരെ പണിയെടുത്ത് തിരിച്ച് അതേ ബസ്സിൽ തിരക്കിന് ബസ്സിൽ തൂങ്ങി പിടിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലി ചെയ്യുന്ന വിട്ടമ്മമാർ ഒരുപാടുണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിൽ മാത്രം എന്താണ് ഇവിടെ ആരും വഴക്ക് പറയാതെ കൊണ്ടാണോ? സമയമില്ല, എക്സ്ക്യൂസസ് ആണ്. എത്ര ആൾക്കാരറിയോ ഒരു മാസത്തെ ബിസിനസ്സിൽ 20 ദിവസം മാറിയിരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. 20 ദിവസം ഫുൾ ബിസിയാണ്, ഒരു കാര്യത്തിനും സമയമില്ല. അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് ഇതുപോലെ സെഷൻ ചെയ്യാനും ഇത് പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തണം. പ്രസന്റേഷൻ ചെയ്യാൻ പഠിക്കണം, ഇതിനൊന്നും സമയമില്ല. നമ്മുടെ ടീം എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോ ചെയ്യുന്ന ടീമാണ്. ഇത്രയും എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് 2016 സ്റ്റാർട്ട് ചെയ്ത ചങ്ങായിക്ക് ഇതുവരെ ബ്രോൺ സെലക്ടർ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ട് വെറുതെ അല്ല. അവര് എത്ര വണ്ടിക്കൂലിയാണ് കൊടുക്കുന്നറിയോ? ഒരാളെ എനിക്ക് മെസ്സേജ്, സാറേ എൻ്റെ ടീമിന് പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡെയിലി 1000 രൂപ പെട്രോൾ അടിക്കുന്ന ആളാണ് ഞാൻ. വെസ്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം 25,000 രൂപയാണ്, പെട്രോളിന്റെ പൈസ 18,000 രൂപയാണ്. പിന്നെ ഞാൻ 7,000 രൂപ കൊണ്ട് വെസ്റ്റ് ചെയ്യുന്ന അതേപോലെ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര 1000 രൂപ പെട്രോൾ അടിക്കേണ്ടി വന്നു? ആ വ്യക്തി നമ്മൾ പറഞ്ഞതാണ്, കിട്ടുന്നത് 20,000, 25,000, 30,000 കിട്ടും, അതിൽ 18,000 രൂപ പെട്രോൾ അടിച്ച് തരും. നിങ്ങൾക്ക് അങ്ങനെ പെട്രോൾ അടിക്കാൻ പൈസ ചിലവായിട്ടുണ്ടോ? ആർക്കെങ്കിലും 10 രൂപ വണ്ടിക്കൂലി ചിലവാകുന്നുണ്ടോ? ഡ്രസ്സ് മാറ്റണം, അത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് തന്നെ ബിസിനസ് ചെയ്യൂടെ? എല്ലാവരും വീഡിയോ ഓഫാണ്, അല്ലേ? എല്ലാവരും വീഡിയോ ഓഫാണ്. ഇനി ഡ്രസ്സ് മാറ്റണ്ട, വീട്ടിലിരുന്നിട്ട് വീഡിയോ ഓണാക്കി അച്ഛൻ ഒരു ഷാൾ എടുത്ത് മേലിട്ടാൽ മതി. ലേഡീസ് ആകുമ്പോൾ ജെൻസാണ് ഷർട്ട് എടുത്തിട്ടാൽ മതി. ഒരു ഷർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ പൗഡർ ഇടാനും വീഡിയോ ഓണാക്കിയിരിക്കാം. എന്ത് സിമ്പിളായിട്ട് നമ്മളെ ബിസിനസ് ഡെവലപ്പ് ആക്കുന്ന ആഗ്രഹിക്കുക. കുറച്ച് സീരിയസ് ആവും. 8-8:30 നിങ്ങൾ പുറത്തെവിടെയും ആണെങ്കിൽ ഓടി വീട്ടിലെത്തി, 9 മണിക്ക് മീറ്റിംഗ് കേൾക്കാൻ വേണ്ടി 9 മണിക്ക് വീട്ടിലെത്തി വീഡിയോ ഓണാക്കിയിരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുക സുഹൃത്തുക്കൾ. രാവിലെ മുഴുവൻ നിങ്ങൾ കറങ്ങി നടക്കാതെ അവിടെ ഇവിടെയും പോവാതെ ഈ ബിസിനസ്സിന് സീരിയസ് ആയിട്ട് എടുക്കുക. നല്ല രീതിയിൽ ബിസിനസ് കാണാൻ ശ്രമിക്കുക, പ്രയോറിറ്റി കൊടുക്കുക.
ഒരു ആരുടെയോ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ജോലി സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് മാറ്റാം, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി. 40 വർഷമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 55-60 വയസ്സ് വരെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിനുശേഷം ജോലി ചെയ്യുന്ന ആൾക്കാർ, സ്വന്തം സ്വപ്നങ്ങൾ, ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ 2 വർഷം മാറ്റി വെക്കാൻ പറ്റത്തില്ല. 2 വർഷം പെയിൻ എടുക്കാൻ തയ്യാറല്ല. ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ വേണ്ടി, ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ വേണ്ടി 2 വർഷം പെയിൻ എടുക്കാൻ തയ്യാറല്ല. 55-60 വയസ്സ് വരെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് അവിടെയുള്ള സൂപ്പർവൈസർ മാനേജർമാരുടെ വായിലുള്ളത് കേൾക്കാൻ വേണ്ടി 25-30 വർഷം പണിയെടുക്കാൻ തയ്യാറല്ല ആൾക്കാർ. 2 വർഷം മതി. വെസ്റ്റീജ് ബിസിനസ്സിൽ പൂർണ്ണ തൃപ്തിയോട് ഇൻട്രസ്റ്റോട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളെ 3 ജനറേഷനെ സേഫ് ആക്കാൻ സാധിക്കും. ഇതിന്റെ ഓഫറുകൾ മനസ്സിലാക്കി ചെയ്യുക, ഫ്രീ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക, ഫ്രീ പ്രൊഡക്റ്റുകൾ ആർക്കും കൊടുത്ത് കസ്റ്റമറെ ക്രിയേഷൻ ചെയ്യുക. ഒരു ലോയൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ, ഒരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ, 500 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 5000 രൂപയുടെ 160 രൂപയുടെ കൺസിസ്റ്റൻസി ഇങ്ങനെ ചെയ്യാൻ പറ്റും. വീണ്ടും കസ്റ്റമർ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഇത് കൂടി പോകും. നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 300 PV ഒക്കെ ചെയ്യാൻ സാധിക്കും, 400 PV ചെയ്യാൻ സാധിക്കും. 2 വർഷമായിട്ട് 40 PV ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. 2 വർഷമായിട്ട് 40 PV ചെയ്യാൻ പോലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 2 വർഷത്തിൽ അവർക്കുണ്ടായിരുന്ന ഇമ്പ്രൂവ്മെന്റ് എന്താണെന്ന് നോക്കുക. ഒരു സോപ്പ് ഒരാൾക്ക് കൊടുക്കേണ്ട എക്സ്പീരിയൻസ് പോലും ആയിട്ടില്ല, ഒരു പേസ്റ്റ് കൊടുക്കേണ്ട എക്സ്പീരിയൻസ് ആയിട്ടില്ല. 40 PV ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലേക്കുള്ള 1000 രൂപയുടെ സാധനം വാങ്ങിക്കാൻ പോലും അവരെ വീട്ടിലെ ഹസ്ബൻഡിനെയും അച്ഛനും അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കഴിവ് പോലും അവർക്കായിട്ടില്ല എന്നർത്ഥം. 2 വർഷമായിട്ട് 40 PVയുടെ സാധനം വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. 1000 രൂപക്കുള്ള സാധനം വീട്ടിലേക്ക് വാങ്ങിച്ചാൽ 40 PV. ഒരു കുക്കിംഗ് ഓയിൽ വാങ്ങിച്ചാൽ പോരെ 500 രൂപ. അവർ ഉപയോഗിക്കുന്ന പല്ലിക്കുന്ന പേസ്റ്റ് വാങ്ങിച്ചാൽ 40 PV ആവില്ലേ? അതിന് പോലും സ്ട്രഗിൾ. അപ്പൊ അവർ കോൾഗേറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലേ? വെസ്റ്റീജിൽ ബിസിനസ് സീരിയസ് ആണെങ്കിൽ ഒരു 1000 രൂപയുടെ സാധനം ഏത് സാധാരണക്കാരനും ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 500 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ച് 100 PV ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ 100 PVയിലേക്ക് എത്താൻ ശ്രമിക്കുക. എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക, ശ്രമിക്കുക എന്തുകൊണ്ടാണ് പറഞ്ഞ്? ഇവിടെ ഒന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ. സാറല്ല പറഞ്ഞു ഒരു സോപ്പ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞത്, അതവിടെ ഇരിക്കാനല്ല പറഞ്ഞത്. സോപ്പ് വാങ്ങിച്ച് കമ്പനി പ്രൊഡക്റ്റ് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വരിക. പ്രൊഡക്റ്റ് വാങ്ങിച്ച് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാമല്ലോ. അതിനുശേഷം കോൾഗേറ്റ് പോയി വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിനുശേഷം കോൾഗേറ്റ് വാങ്ങിക്കാനോ ക്ലോസപ്പ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു സോപ്പോ പേസ്റ്റോ വാങ്ങിച്ച് കമ്പനിയെ പ്രൊഡക്റ്റ് ഓക്കെയാണ്, ഇത് ഇഷ്ടപ്പെട്ടു, പിന്നെ ഇനി മുതൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന നല്ലൊരു കസ്റ്റമർ ആയിക്കൊണ്ട്, വെസ്റ്റീജിന്റെ നല്ലൊരു കസ്റ്റമർ, 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമറായി മാറിക്കൊണ്ട് കുറച്ച് നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാരെ നമ്മളെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വാങ്ങിക്കും സുഹൃത്തുക്കളെ. ഒരൊറ്റ പ്രാവശ്യമേ ഇത് അറിയാൻ ബുദ്ധിമുട്ടുള്ളൂ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിതിന്റെ സ്ഥിരം കസ്റ്റമറാണ്. 10ഉം 20ഉം കുക്കിംഗ് ഓയിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 14 ബോട്ടിൽ ഫ്രീ എടുക്കുന്ന ആൾക്കാരുണ്ട്. 14 ബോട്ടിൽ നിന്ന് 28 ലിറ്ററാണ്. സദ്യ നടത്താം അല്ലെ, കല്യാണ സദ്യക്ക് കൊടുക്കുക ആ ഓർഡർ മുഴുവൻ. 28 ലിറ്ററിന്റെ എണ്ണയൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. എത്ര പൈസ ഇന്ന് കുക്കിംഗ് ഓയിലിനൊക്കെ? നിങ്ങൾ എത്ര കൊല്ലങ്ങളായി സാധനം വാങ്ങിക്കുന്നത്? ആരാ തന്നിരിക്കുന്ന ഒരു സോപ്പ് ഫ്രീ? നിങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ സോപ്പും പേസ്റ്റും വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ? ആര് തന്നു നിങ്ങൾക്ക് ഒരു സോപ്പ് ഫ്രീ? ഇത്രയും ഓഫറുകൾ വെസ്റ്റീജ് കമ്പനി തരുന്നു, ഇത്രയും നല്ല ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് വെസ്റ്റീജ് കമ്പനി തരുന്നു, ഇത്രയും വരുമാനം തരുന്നു. ഈ ഒരു അവസരത്തെ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു വെസ്റ്റീജിന്റെ ഇപ്രാവശ്യത്തെ നവംബർ മാസം ഓഫർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. 77 ആൾക്കാർ മാത്രമേ ഈ CP പങ്കെടുത്തിട്ടുള്ളൂ. 100 പേര് പങ്കെടുത്ത CP ഇത്രയും മോശമായിട്ട് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ലീഡേഴ്സിന്റെയും പിഴവുകളാണ്. നിങ്ങളെ ആൾക്കാർ ഈ പങ്കെടുത്തിട്ടില്ലെങ്കിൽ, ആരാണ് നിങ്ങളുടെ ടീമിലെ ആൾക്കാർ ഇന്ന് പങ്കെടുത്തില്ലെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. ആൾക്കാർ കുറയുന്ന സമയത്ത് ഞാൻ CP സ്റ്റോപ്പ് ചെയ്യും. കാരണം എനിക്ക് രാവിലെ 3:45 എഴുന്നേറ്റ് ഈ രാവിലെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഞാൻ ചെയ്തു തരുന്നത്. രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നെങ്കിൽ നാളെ ഈ 100 പേര് അല്ലെങ്കിൽ ഒരു 90 പേരെങ്കിലും CPയിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഈ വന്നിരിക്കുന്ന 77 പേര് പങ്കെടുക്കുക. അതിനുശേഷം ബാക്കി കയറാത്ത ആൾക്കാരെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ CP ചെയ്തുകൊണ്ട് കാര്യമില്ല. കേരളത്തിൽ മറ്റുള്ള ടീം ലീഡേഴ്സ് ചെയ്യുന്നുണ്ട്, ആ ലിങ്ക് ഞാൻ അയച്ചു തരും, അതിൽ കയറിക്കോളൂ, അതിൽ പങ്കെടുത്തോളൂ. അവിടെ മറ്റുള്ള എല്ലാ ലീഡേഴ്സും കൂടി ചെയ്യുന്ന കോമൺ ആയിട്ട് CP ഉണ്ട്, അതിലേക്ക് നമുക്ക് പങ്കെടുക്കാം. എനിക്കിപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആക്കരുത്. എല്ലാവരും രാവിലത്തെ CP പങ്കെടുക്കണം. നിങ്ങൾ ടീം മെമ്പേഴ്സ് ഇല്ലെങ്കിൽ അവരോട് പറയാം,
പേടിപ്പിക്കാനല്ല, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. CP പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പങ്കെടുക്കാത്ത ആൾക്കാരെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം അവർ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, നിങ്ങൾ രാവിലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. ഓഫറുകൾ യൂട്ടിലൈസ് ചെയ്യുക, നല്ല വരുമാനത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. ഈ ഒരു നവംബർ മാസം, ഡിസംബർ മാസം നല്ലൊരു സ്ട്രക്ചർ ചെയ്യുക. ജനുവരി മാസം ഒരുപാട് ഡബിൾ PV ഒക്കെ ഓഫർ വരാൻ സാധ്യതകളുണ്ട്. അപ്പോഴേക്കും ഒരു സ്ട്രക്ചർ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പിൻ ലെവലിലേക്ക് പോകാൻ സാധിക്കും, നല്ലൊരു LOBയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യുക. ഡെയിലി നമ്മുടെ പ്രസന്റേഷൻ, നിങ്ങൾക്കറിയാം നമ്മുടെ പ്രസന്റേഷന്റെ പവർ എന്താണെന്നുള്ളത്. സൂമിൽ എത്തിച്ചാൽ മതി. 2 മണിന്റെ 9 മണിന്റെ അല്ലെങ്കിൽ 5 മണിന്റെ പ്ലാനിൽ എത്തിച്ചാൽ ജോയിനിങ് ആയിപ്പോ. പണ്ടത്തെ പോലെ അല്ല. ആ സൂമിൽ എത്തിയ അവസാനം വരെ ഇരിക്കുവാണെങ്കിൽ നിർബന്ധമായും ജോയിനിങ്. ഇപ്പൊ കഴിഞ്ഞ മിഞ്ഞാന്നൊക്കെ എനിക്ക് ആൾക്കാർ പറഞ്ഞു, സാറേ 5 പേര് ID എടുക്കാൻ മീറ്റിംഗ് കഴിഞ്ഞ ഡീറ്റെയിൽ അയച്ചെന്ന് പറഞ്ഞു. 5 പേരും ID എടുക്കാൻ ഡീറ്റെയിൽ അയച്ചെന്ന് പറഞ്ഞു സെഷൻ കഴിഞ്ഞപ്പോൾ. അത്രക്കും വണ്ടർഫുൾ ആയിട്ടുള്ള സെഷനാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് സംശയങ്ങൾ പോലും ഇല്ല, ജോയിനിങ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയെങ്കിലും 2 മണിന്റെ പ്ലാനിൽ എത്തിക്കുക, 9 മണിന്റെ പ്ലാനിൽ എത്തിക്കുക, 5 മണിന്റെ പ്ലാനിൽ എത്തിക്കുക. അത് ദിവസം ഒരാളെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടീമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. വലിയൊരു വരുമാനത്തിലേക്ക് പോകാൻ സാധിക്കും. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. വിഷ് യു വെൽ.